ചർച്ച് 15ാമത് അവതരിപ്പിക്കാൻ പോകുന്ന നാടകം ഈ വേദിയിൽ അരങ്ങേറുന്നു. കഴിഞ്ഞ 14 ഒരു പരീക്ഷണം മാത്രമായിരുന്നു. ഇതൊരു നിരീക്ഷണം കൂടിയാണ്. ദൈവിക സ്നേഹം ആവോളം നുകരുന്ന മനുഷ്യൻ ലോഹമോഹത്തിനടിപ്പെട്ട് ക്ഷണഭംഗുരമായ സുഖത്തിനും കാണാക്കിനാവുകളുടെ സാക്ഷാത്കാരത്തിനും പിന്നാലെ പോയി. അപ്രകാരം ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു കുടുംബത്തെ സുവാർത്ത ചർച്ച് നാർമത്തിന്റെ രസം കലർത്തി നിങ്ങളുടെ മുൻപിൽ ഇതാ അവതരിപ്പിക്കുന്നു. ലോകമോഹം. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞങ്ങളുടെ മമ്മിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നറിയാം. പൈസ ഇല്ല, പപ്പയ്ക്ക് ഡ്യൂട്ടി പ്രശ്നമാണ്, ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോളൂ. നമ്മളെ മമ്മിയുടെ കവട് വന്ന് നോക്കിയാ എത്ര സാരിയാണ് നടക്കുന്നത്. അത് Are you going to school tomorrow? No, ഞാൻ പോവില്ല. എന്തിനാണ് നടക്കുന്നത്? പഠിക്കുന്ന കണ്ടില്ലേ? ഈ പഠിത്തം മാത്രം മതി, പ്രാർത്ഥന. എന്തുവായി പ്രാർത്ഥിക്കുന്നുള്ളത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്റെ മക്കളെ അപ്പ നിങ്ങൾ വരും, അതിനു മുമ്പ് പ്രാർത്ഥിച്ചു തീർക്കണം. എന്താ അമ്മയ്ക്ക് ഇത്ര ധൃതി? എനിക്കൊരു സീരിയൽ കാണാൻ. ആ മനുഷ്യനെ വന്നാൽ എന്നെ വിളിച്ചില്ല. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്താ അമ്മയ്ക്ക് അത് പറയത്തില്ലേ? നമുക്കൊരു കുഞ്ഞു പാട്ട് പാടി 117 സങ്കീർത്തനം പാടിക്കാം. ശരി ശരി. കർത്താവേ, ചർച്ചിൽ മമ്മിയും ഡാഡി എന്തൊക്കെ രാമയാ, ഹല്ലേലൂയ, സ്തോത്രം. ഇടയ്ക്ക് കള്ളക്കണ്ണീരും ഒഴുക്കും. എന്നിട്ടാ ഇപ്പൊ നമ്മളെ ഉദ്ദേശിക്കാൻ പറ്റും. എന്നാ ചൂടാ. പട്ടണത്തിൽ ചെന്നല്ലോ അത് ചെയ്യല്ലോ ഇത് ചെയ്, അങ്ങനെ 100 കൂട്ടം പണിയാ. പട്ടണത്തിൽ ലോത്തില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. എടി ഭാര്യയെ പ്രാർത്ഥിച്ചോ? നിങ്ങളുടെ പിള്ളേരല്ലേ, നിങ്ങൾ അങ്ങോട്ട് പിന്നെ എന്നെ കൊണ്ടൊന്നും പറയാം. നിങ്ങൾ പട്ടണത്തിലെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നോ? പട്ടണത്തിൽ എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. നീ ആരാ, സൊസൈറ്റിയിലുണ്ടോ? അതെ, കുടുംബം ആദ്യം, എന്നിട്ട് അത് പട്ടണത്തിലൊക്കെ കാര്യം. പക്ഷെ ഉണ്ടല്ലോ അച്ചായ, എന്റെ അച്ചായനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എന്താടി പ്രത്യേക സ്നേഹം? ഇപ്പം എന്തോ പറഞ്ഞാലും കുറ്റം, ഞാനൊന്നും പറഞ്ഞില്ലേ? അയ്യോ പെണ്ണുങ്ങാതെ നീ പറ. അതുകൊണ്ടല്ലോ അച്ചായ, നമ്മുടെ അബ്രഹാം ഏതെങ്കിലും സ്ഥലം തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ ഞാനോട്ട് എന്റെ അച്ചായൻ ബുദ്ധിമോശം കാണിക്കുമെന്ന്. പക്ഷെ നല്ല സ്ഥലം അറിഞ്ഞു തന്നെ തെരഞ്ഞെടുത്തു. അല്ല നീ എന്താ പറഞ്ഞു വരുന്നേ? എനിക്കൊട്ട് ബുദ്ധിയിലെന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞോ. ജീവിതത്തിൽ ഇതാദ്യമായിട്ടാ അച്ചായൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്ത് കണ്ടത്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒറ്റ നന്നായിട്ടല്ലോ. ദേഷ്യപ്പെടാൻ തന്നെ. നമ്മുടെ വസ്തുവകളെല്ലാം കൂട്ടി നോക്കിയാൽ നമുക്കാ കൂടുതൽ അബ്രഹാം ഒന്നുമില്ല. ആ നീ പറഞ്ഞു വരുന്നതൊക്കെ ശരിയാ. അമ്മച്ചനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രാക്ടിക്കലായി ചിന്തിക്കാനുള്ള ബുദ്ധിയാണ്. ദൈവം നമുക്ക് തന്ന ബുദ്ധി കൊണ്ട് നമ്മൾ ഇത്രയും സമ്പാദിച്ചു. നീ ഭാവി നമ്മുടെ മക്കൾക്ക് ഒരു കുറവ് വരത്തില്ല. ശരിയാ. മൂത്തോളെ ഡോക്ടർ ആക്കണം, രണ്ടാമത്തോളെ എഞ്ചിനീയർ ആക്കണം. മക്കള് രണ്ടുപേരും ഡോക്ടറും എഞ്ചിനീയർ ആകുമ്പോ പറയുമ്പോ തന്നെ ഒരു ഗമയാ. ശരിയാ, പക്ഷെ രണ്ടും പെൺപിള്ളേരല്ലേ. ഇപ്പോഴത്തെ കാലത്ത് കല്യാണത്ര നിസ്സാര കാര്യമൊന്നല്ല. ശരിയാ. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇനി മീറ്റിംഗിനും സഭായോഗത്തിനും പോയില്ലേലും സാരമില്ല. നമ്മുടെ വീടിന്റെ പണി പെട്ടെന്നൊന്ന് തീർക്കണം. എനിക്കൊന്നും വയ്യ ആ അബ്രഹാമിന്റെ കൂടാരത്തിലൊന്നും പോയി താമസിക്കാൻ. നമുക്ക് പട്ടണത്തിൽ ഒരു നിലയുള്ളതാ. അതിനനുസരിച്ച് ഒരു 2 നിലയൊക്കെ പണിഞ്ഞ് അന്തസ്സായിട്ട് ജീവിക്കണം. ആ ചിന്തിക്കാനുള്ളതേക്കുള്ളൂ. എടി ഞാനിപ്പോ പുറത്തേക്ക് പോയിട്ട് വരാം. പിള്ളേരെ എന്തെടുക്കുക? എന്താ മമ്മി, ഞങ്ങളുടെ ഇവിടുന്ന് പഠിക്കുന്നുണ്ടില്ലേ? എന്നാ പ്രാർത്ഥനയൊക്കെ പിന്നെ മതി. ഡോക്ടർ എഞ്ചിനീയറും ഒക്കെ ആകാനുള്ളതല്ലേ. ഇവർ രണ്ടുപേരും മടുത്തു. കേറി വന്നേ സാറേ, ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. ഇവരൊരു അടിപിടി കേസിൽ പെട്ടിരിക്കുക. പോലീസ് ഇവർക്കെതിരെ തെറ്റിദ്ധരിക്കുക. സാറിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനാവുള്ളൂ. എനിക്ക് വീട്ടിൽ 100 കൂട്ടം പണിയുള്ളയാ. പ്രായമായ 2 പെൺപിള്ളേരുള്ളയാ. പിന്നെ കൂടെ ഒരു ഭാര്യയും. ഇവിടെ എന്താണാവോ പ്രശ്നം? സാറേ, ഞങ്ങളെ രക്ഷിക്കണം. ഇവരൊരു അടിപിടി കേസിൽ
പോലീസ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുക. സാറ് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനുള്ളൂ. ശരി, ഒരു മിനിറ്റ് വെയിറ്റ്, ഞാൻ പോലീസിനെ വിളിക്കാം. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ആ, ഇത് ഞാനാ, ലോത്ത്, പട്ടണവാതിക്കൽ നിന്നും. അതെ, രണ്ടുപേരെ കേസാണ് വരും. ആ, എന്താ പേര്? ആ, ജെറിൻ ഡെബിൻ എന്ന് പറഞ്ഞ രണ്ടുപേരെ കേസ് വേണ്ടി വരും. ആ, അല്ലെങ്കിൽ വിട്ടേക്ക് കേട്ടോ. ആ, ഓക്കെ, അത് നമ്മുടെ ഭയമായ. ശരി, വലിയ ഉപകാരം, ഒരിക്കലും മറന്നിട്ടില്ല. ഇങ്ങോട്ട് മാറി. ഞാൻ മേലെ പണിയായിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കല്ലേ, എനിക്ക് 100 കൂട്ടം പണിയുള്ള. ഉച്ചയായി, ഇന്നത്തേക്ക് ഇത് മതി. നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നേ? വിളിച്ചായിരുന്നെങ്കിൽ അങ്ങോട്ട് വരത്തില്ലായിരുന്നോ? വാ, വീട്ടിലേക്ക് വാ. ഞങ്ങളോട് പാക്കാൻ വേണ്ടി വന്നതല്ലേ ലോത്തെ. നിങ്ങൾ വാ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. എന്നാ ശരി. എടി ഭാര്യേ, എന്തുവാ നിങ്ങൾ വിളിച്ചോ? വേഗം ഭക്ഷണം റെഡിയാക്ക്, നമുക്ക് 2 വിരുന്നുകാരുണ്ട്. ആരാ? ദൂതന്മാരാ. എന്താ വിശേഷം? നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമല്ലേ? ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം നിങ്ങളല്ലേ ഉണ്ടാക്കിയത്? അതെയോ? ഇങ്ങനെ കുഴപ്പമുണ്ടോ? ഈ വഴി പോകുന്ന ആൾക്കാരെല്ലാം വീട്ടിൽ വെച്ച്. അയ്യോ, അങ്ങനെ പറയില്ലേ, അവര് ദൂതന്മാരാ. പിള്ളേരെ കിച്ചണിൽ വന്ന് സഹായിച്ചേ. ഓ മാം, വി ആർ ബിസി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാൻ നോക്കാം. ലോത്തെ, എന്താണാവോ? ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യം പറയാനാണ്. ഭക്ഷണം റെഡിയാണ്. ദൈവം ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. അതോടെ നിങ്ങൾ ഇവിടുന്ന് വേഗം ഓടിപ്പോണം. അയ്യോ ദൈവമേ, ശരിക്കും ഈ ദൂതന്മാർ ചിലപ്പോൾ ചുമ്മാ വല്ലതും പറയുന്നതായിരിക്കും. അതൊന്നും ആരും ആക്കണ്ട. ഇല്ല, അവര് സത്യം തന്നെയാണ് പറയുന്നത്. ദൈവം ഒരിക്കലും ബോഷിക്ക് പറയത്തില്ല. എന്നാ നിങ്ങൾ അങ്ങോട്ട് പോയി, ഞാൻ എന്റെ പിള്ളേർക്ക് അങ്ങോട്ടില്ല. അങ്ങനെ പറയില്ലേ, നമുക്ക് പോകാം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ അങ്ങോട്ടില്ല. ആ എബ്രഹാമിന്റെ കൂടെ ഇവിടെയാണ് ഈ കൃഷി ആരംഭിച്ചതേ ഉള്ളൂ. കപ്പ, ചേന, കാച്ചിലൊക്കെ നട്ടതേ ഉള്ളൂ. അതിന്റെ ഫലം പോലും അനുഭവിച്ചു. അതിനൊന്ന് ഇതാ ഇവിടെ തോന്നുന്നത് എന്നെ കൊണ്ടു. നിങ്ങളിങ്ങനെ പറഞ്ഞ് വാശി പിടിക്കില്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ പിള്ളേരെ പിന്നെ അങ്ങോട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ പോ മനുഷ്യ. ഞങ്ങൾ വരുന്നില്ല. അവര് പറയുന്നത് എന്തെങ്കിലും സത്യം ഇല്ലാതിരിക്കത്തില്ല. നമുക്ക് പോകാം, എനിക്ക് പേടിയാവുന്നു. വേഗം പോകാം, സമയം പോകുന്നു. നീ എങ്ങോട്ടാണ് അക്കത്തേക്ക് പോയത്? ഞാൻ അത്യാവശ്യം സാധനങ്ങൾ എടുക്കാൻ പോകാം. ശരി, വേഗം പോകാം. ഒരു കാര്യം ഓർമ്മ വെച്ചോണം, നാം ലക്ഷക്കായി ഓടുകയായിരുന്നു. അതുകൊണ്ട് ഓടുമ്പോൾ ഒരു കാരണവശാലും പുറമോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ശരി. അയ്യോ, ഞാൻ എന്റെ പുതിയ പട്ടുസാരി എടുക്കാൻ മറന്നു.